എല്ലാ സജ്ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. വൃന്ദാവനത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് സാധാരണമായി നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് എവിടെ പോകണമെങ്കിലും ട്രെയിനിലോ പ്ലെയിനിലോ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകാൻ സാധിക്കും. കാശുണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. വൃന്ദാവനത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളും ആഗ്രഹിക്കണം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ്? ഭഗവാനും കൂടെ അനുവദിക്കണം, അല്ലാതെ വരാൻ പറ്റില്ല. എല്ലാവരും നാമം ജപിക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ജപം തുടങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും 1, 2, ഓക്കെ, 3, 4 പേര് മാത്രം ജപം തുടങ്ങാത്തവരാണ്. ബാക്കി എത്ര പേരാ സ്ഥിരം ജപിക്കുന്നവർ? ഡെയിലി ജപിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും വൃന്ദാവനത്തിലേക്ക് വരാൻ ഒരു സൗകര്യമുണ്ടായി. മലയാളം those who can't understand മലയാളം, ഓഹോ, തമിഴൊക്കെ சரி. அப்போ விருந்தாவனத்துக்கு வெறுமனே டிக்கெட் எடுத்துட்டு வர முடியாது. நம்மளும் ஆசைப்பட வேண்டும். யார் அனுமதி கொடுக்கணும்? பகவானும் அனுமதி கொடுத்தாதான் വൃന്ദാവനத்துக்கு வர முடியும். അപ്പോൾ നിങ്ങളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് ഈ മണ്ണിൽ ചവിട്ടാൻ സാധിച്ചത്. இந்த மண்ணில் வர முடிஞ்சது நீங்கள் செஞ்ச பெரும் பாக்கியம். പ്രഹ്ലാദൻ ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ പറയുന്നു. പ്രഹ്ലാദൻ தன் தந்தையான ஹிரண்யகசிபு கிட்ட சொல்றாரு, അസുരവര്യ, അച്ഛനെ വിളിക്കുക, എൻ്റെ പ്രിയപ്പെട്ട അസുര രാജാവേ, அப்பாவை அரக்கர்களின் மன்னரே என்று பிரகலாதர் அழைக்கிறார். ആർക്കെങ്കിലും ധൈര്യമുണ്ടോ വീട്ടിൽ ചെന്നിട്ട് കുടുംബത്തിലുള്ളവരെ അങ്ങനെ വിളിക്കാൻ? நம்மளாலெல்லாம் வீட்டில் யாரையுமே அப்படி கூப்பிட முடியாது. ஆனால் பிரகலாதன் அച്ഛനെ നോക്കി വിളിക്കുക, അസുരവര്യ ശ്രേഷ്ഠ, രാക്ഷസന്മാരുടെ രാജാവേ. അപ്പാவை சொல்றாரு, அரக்கர்களின் மன்னரே. ഗൃഹമന്തകൂപം, അങ്ങ് വസിക്കുന്നത്, അങ്ങയുടെ ഗൃഹം, വീട് എവിടെയാണ്? അന്തകൂപം, കൂപം വെച്ചാൽ കിണർ. அப்பா கிட்ட சொல்றாரு, நீங்கள் எங்கே வாழ்ந்து கொண்டிருக்கிறீர்கள் தெரியுமா? കൂപ്പംனா കിണർ. എവിടെയാ താമസിക്കുന്നത്? ഇരുണ്ട കിണറ്റിനകത്താണ് അച്ഛാ അങ്ങ് താമസിക്കുന്നത്. അപ്പാவை பார்த்து சொல்றார், ஒரு இருட்டான கிணத்துக்குள்ளே நீங்கள் வாழ்ந்து கொண்டு இருக்கிறீர்கள். அச்சன் இஷ்டப்படோ தேசியம் வரும்? இஷ்டாவோ? கோவப்படுவாரா? சந்தோஷப்படுவாரா? அப்பா கிட்ட கிணத்துக்குள்ளே இருக்கீங்க அப்படின்னு சொன்ன ഭയങ്കര ദേഷ്യം. എന്തെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, സംരക്ഷണം, ഇതിനെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. என் பிரியப்பட்ட தந்தையாரே, 24 மணி நேரம் சாப்பாடு, தங்குற இடம், பாதுகாப்பு, இதை தவிர வேற ஒன்றுமே நினைக்கிறது இல்லையே. கூப்பமண்டூகம், கிணத்துக்குள்ள இருக்கிற தவளை. அச்சன் இஷ்டப்படும். വനം വ്രജേത്, അച്ഛൻ്റെ അടുത്ത് പറയാ, എവിടെ പോവാൻ? എല്ലാം വിട്ടിട്ട് വനத்துக்கு, കാട്ടുക്ക് പോവുക അപ്പാ. അവിടെ ആചാര്യന്മാർ വ്യാഖ്യാനം തരുന്നുണ്ട്. அந்த ഭാഗവതത്തിൽ ആചാര്യர்கள் വിളക്കം തർறாங்க. വനം എന്ന് വെച്ചാൽ വൃന്ദാവനമാണ്.
വനംന്ന് சொன்னால் കാടുன்னு சொன்னால் எது? വൃന്ദാവനം. കാരണം ബാക്കിയുള്ള വനങ്ങളെല്ലാം റിയൽ എസ്റ്റേറ്റുകാർ കൊണ്ടുപോയി ഇല്ലേ. ഇപ്പം എங்கே இருக்கு കാട്? എല്ലാം റിസോർട്ടുകാരും റിയൽ എസ്റ്റേറ്റുകാരും കൊണ്ടുപോയി. காடே கிடையாது. அப்போ பாகவதத்தில் வனம் அப்படின்னு சொன்னால் எந்த வனம்? വൃന്ദാവനം. കാരണം ഇന്നും വൃന്ദാവനത്തിൽ മാത്രമാണ് ഭഗവാൻ യാതൊരു ഭാരപക്ഷവും ഭേദവും ഇല്ലാതെ വരുന്നവർക്കെല്ലാം അനുഗ്രഹം തരുന്നത്. இன்னைக்கும் വൃന്ദാവനത്തിൽ மட்டும்தான் வரக்கூடிய மக்களின் பக்தர்களின் யோக்கியதை என்னவென்று பகவான் பார்க்காமல் எல்லாருக்கும் அருள் கொடுக்கிறார். எங்க? വൃന്ദാവനത്തിൽ. നമ്മൾ ഒരുപാട് ഇതുപോലെ യാത്ര കൊണ്ടുവരാറുണ്ട്. നിറയെ ഭക്തർകളെ വൃന്ദാവനത്തിൽ കൊണ്ടുവരും. ചിലരൊക്കെ പുതിയ ആൾക്കാരായിരിക്കും, ആദ്യമായിട്ട് വരുന്നവർ. சிலவங்க முதல் முறையாக வர்றவங்க. ஜபம் பண்ண சொன்னால் ஜபம் பண்ண மாட்டாங்க. അവർക്ക് ജപിക്കില്ല ചിലരൊക്കെ. അതൊരു നാണക്കേട് പോലെ. ജപിക്കുന്നൊക്കെ നാണക്കേട് ഒക്കെ. 5ാമത്തെ ദിവസം 6ാമത്തെ ദിവസം ആവുമ്പോൾ 5 நாள் ஒரு வாரத்துக்கு அப்புறம் அவங்க ரோட்டில் புதிய ஆൾക്കാർ ராதே 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 എന്ന് പറഞ്ഞ് നടക്കും. വൃന്ദാവനத்துக்கு அந்த அளவுக்கு സ്വാധീനമുണ്ട്. ഒരു വലിയ ഭാഗ്യമാണ് വരാൻ സാധിച്ചത്. ആചാര്യന്മാരുടെ അനുഗ്രഹമില്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാനെ தெரிந்து கொள்ள வேண்டும் என்றால் ஆச்சாரியர்களுடைய அனுகிரகம் வேண்டும். ராமானுஜாச்சாரியர் എന്ന് കേട്ടിട്ടുണ്ടോ? எல்லாரும் கேள்விப்பட்டிருக்கீங்க. தமிழ்நாட்டில் திருக்கோஷ்டியூர் என்ற ஒரு ஊர். തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട് തിരുക്കോഷ്ടിയൂർ. ആരെങ്കിലും പോയിട്ടുണ്ടോ തിരുക്കോഷ്ടിയൂർ? ഒരുത്തർ പ്രഭു. 3 പേര് പോയിട്ടുണ്ട് തിരുക്കോഷ്ടിയൂർ. അവിടെയാണ് ராமானுஜாச்சாரியார்னு குருவிനെ ലഭിച്ചത്. அங்கே வச்சு தான் ராமானுஜருக்கு தன் குருநாதரை கிடைச்சது. மந்திர உபதேசம் அവിടെയാണ് നടന്നത്. அதிசுந்தரമായ ஒரு க்ஷேத்திரம். அவருக்கு மந்திர தீட்சை அங்கே தான் நடந்தது. ഓരോരു വർഷവും ഗുരുവിനെ കാണാൻ പോകും. അദ്ദേഹത്തിൻ്റെ പേര് തിരുക്കോഷ്ടി നമ്പി. ആ ഗുരുനാഥനുடைய പേര് என்னன்னா തിരുക്കോഷ്ടി നമ്പി. ഓരോരു വർഷവും என்னை சீடனாக ஏற்றுக்கொள்ளுங்கள் என்று கேட்டுக்கொண்டு செல்வார். ഓരോ വർഷവും എന്ത് ചോദിച്ചിട്ടാ പോവാ? എന്നെ എല്ലാവർക്കും തമിഴ് എല്ലാം മനസ്സിലായി. ശരി, എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ அப்படின்னு പോയി അവർ കതവ തട്ടുക. വാതിലിൽ മുട്ടിയാൽ അദ്ദേഹം വാതിൽ തുറന്നിട്ട് പറയും, ഞാൻ ചത്ത് നീവ, ഞാൻ ചത്തതിന് ശേഷം നീവ, നാൻ സെത്ത് നീവ എന്ന് சொல்லுவார். ഗുരുവിനെ സ്വീകരിക്കാൻ പോയ ഗുരു ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? ഞാൻ ചത്തതിന് ശേഷം നീവ. അടുത്ത കൊല്ലം 1 വർഷം കാത്തിരിക്കും. നോക്കിക്കൊള്ളണേ, അവർക്ക് ആധ്യാത്മികമായുള്ള താല്പര്യം. 1 വർഷം കഴിഞ്ഞ് മറുപടിയും ராமானுஜர் போவார். നമ്മളാ இருந்தா ഞാൻ വേറെ ഗുരുവെ பார்த்துக்கிறேன்னு சொல்லிட்டு போயிடும். இல்லை, എനിക്ക് അങ്ങ് വേണ്ട, വേറെ ആൾക്കാരെ ഞാൻ നോക്കിക്കോളാം. 2ാമത്തെ കൊല്ലവും പോയി വാതിൽ മുട്ടും. വാതിൽ മുട്ടുമ്പോൾ ഗുരു പറയും, അതെന്നെ പറയും. അതേ വാർത്തയെ മറുപടിയും ഗുരുനാഥർ சொல்லுவார், நான் செத்து 17 കൊല്ലം. 1 തവണ 2 തവണയല്ല, 17 தவண, 17 தடவை அந்த கதவுலையே போய் தட்டிக்கிட்டு இருக்கார். இவரும் அதே வார்த்தையை திரும்ப திரும்ப சொல்லுகிறார். அது என்ன തിരിച്ച് പറയാ? എന്താണ്? ഞാൻ ചത്ത്. 18ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് അദ്ദേഹം സാഷ്ടാംഗം ഗുരുവിൻ്റെ പാദം പിടിച്ചിട്ട്, അടിയേൻ, ഞാൻ അങ്ങയുടെ ദാസനാ. ഞാൻ, അതായത് ഇദ്ദേഹം എപ്പോഴും എന്താ പറയുക? എപ്പോഴുമേ എന്ന വാർത്തയെ சொல்லுவார் അവർ ഗുരു, ഞാൻ ചത്ത് നീവ. ഞാനെന്ന് ഉദ്ദേശിച്ചത്
അഹംഭാവം. അതിനെ കളഞ്ഞിട്ട് വാ എന്നാ പറഞ്ഞത്. നാൻ സെത്ത് നീവാ, നാൻ സെത്ത് നീവാ എന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ന് ഉദ്ദേശിച്ചത് എന്തിനെയാണ്? അഹംഭാവം, അഹം. നമ്മളും ഉപയോഗിക്കാറില്ലേ ഈ വാക്ക്? നാൻ താൻ പെരുസ്, നാൻ സൊല്ற മാറി കേൾക്കണമെന്ന് എല്ലാവരും ഉപയോഗിക്കാറില്ല അല്ലേ? ഞാനെന്ന ഭാവം എല്ലാവർക്കും ഉണ്ട്. നാൻ സെത്ത് നീവാൻ വെച്ചാൽ അഹം കളഞ്ഞിട്ട് വരാനാ പറഞ്ഞത്. അപ്പോൾ 18ാമത്തെ കൊല്ലമാണ് അദ്ദേഹം സാഷ്ടാംഗം വീണിട്ട് പറഞ്ഞു, ഞാൻ അടിയേൻ, ഞാൻ ദാസനാണ്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ കിങ്കര. മഹാപ്രഭു ഉപയോഗം ചെയ്ത വാർത്ത കിങ്കര. കിങ്കരന്മാരെന്ന് കേട്ടിട്ടില്ലേ? കിങ്കര. കിംകരഹ. കിങ്കര എന്ന് പറഞ്ഞാൽ സ്ലേവ്, അടിമൈ. ദാസനും കിങ്കരനും വ്യത്യാസമുണ്ട്. ദാസൻ എன்ற വാർത്തയ്ക്കും എലിയ, ശരിയാണ്, എലിയാണെന്ന് തോന്നുന്നു. എലിയും ശ്രദ്ധിക്കും, വയറ് കടിക്കാതിരുന്നാൽ മതി. ദാസൻ എன்ற വാർത്തയ്ക്കും കിങ്കരൻ എன்ற വാർത്തയ്ക്കും വേറുപാടുണ്ട്. ദാസനും കിങ്കരനും വ്യത്യാസമുണ്ട്. ദാസൻ എന്ന് പറഞ്ഞാൽ സേവകൻ. കിങ്കരൻ എന്ന് പറഞ്ഞാൽ അടിമ. സേവകനും അടിമയ്ക്കും വ്യത്യാസമുണ്ട്. നമ്മുടെ വീട്ടിൽ ജോലിക്ക് ഒരാളെ നിർത്തിയാൽ അത് സേവകനാണോ അടിമയാണോ? സേവകൻ. കാശ് കൊടുക്കണം ഇല്ലേ? സേവകന് ഫലമുണ്ട്. സേവകനുക്കും അടിമയ്ക്കും വേറുപാടുണ്ട്. സേവകനുക്ക് ഫലം കിടക്കും, അടിമയ്ക്ക് തന്നെ ഒന്നും കിട്ടില്ല. ജോലി കഴിഞ്ഞാൽ കുറച്ച് ചോറും തരും, തിന്നിട്ട് പൊക്കോളണം. അന്തക്കാലത്തിൽ അടിമകൾ ഇരുന്നാങ്ക, അടിമകൾ ഉണ്ടായിരുന്നു. ഒന്നും മിണ്ടാൻ പറ്റില്ല, பேசக்கூடிய உரிமை கிடையாது, எதுவுமே கேட்கக்கூடிய உரிமை கிடையாது, அவகாசம் இல்லை. ജോലി കഴിഞ്ഞാൽ തിന്നാൻ തരും, തന്നില്ലെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. ചൈതന്യ മഹാപ്രഭു சொன்னார், கிருஷ்ணா நான் உங்கள் அடிமை, ஐநந்த തനുജാ കിൻകരം. നന്ദ തനുജ, നന്ദ മഹാരാജാവിൻ്റെ പുത്രൻ്റെ അടിമയാ ഞാൻ എന്ന് പറഞ്ഞു. ആ ഭാവത്തിലാണ് ചൈതന്യ മഹാപ്രഭു എവിടെ വന്നത്? വൃന്ദാവനത്തിൽ. അന്ധഭാവത്തിൽ വൃന്ദാവനത്തിൽ. 18ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം വാതിൽ മുട്ടി ഞാൻ ദാസൻ, അടിമ എന്ന് പറഞ്ഞപ്പോഴാ ഗുരു ഉപദേശം ചെയ്തത്. 18வது முறை ராமானுஜாச்சாரியார் திருக்கோஷ்டி நம்பியின் கதவுல தட்டி நான் அடியேன் என்று சொன்ன பொழுது அவர் மந்திர உபதேசம் செய்தார். மந்திரம் கொடுத்துட்டு എന്താ പറഞ്ഞത്? ഇത് രഹസ്യം, വേറെ ആർക്കും ഉപദേശിക്കല്ലേ എന്ന് പറഞ്ഞു. இந்த ரகசியத்தை யாருக்குமே சொல்லிக் கொடுக்கக்கூடாது. ഈ രഹസ്യം കേട്ട രാമാനുജാചാര്യർ എന്ത് ചെയ്തു? അമ്പല ഗോപുരത്തിൻ്റെ മേലെ കയറിയിരുന്ന് നാട്ടുകാർക്ക് മൊത്തം പറഞ്ഞു കൊടുത്തു മന്ത്രം. யாருக்குமே சொல்லிக் கொடுக்காதே ரகசியம் என்று சொன்னபோது அவர் என்ன செஞ்சார்? ഗോപുരത്തിൻ്റെ മേലെ ഇരുന്ന്, ഭാഗ്യം അന്ന് മൈക്ക് സ്പീക്കർ ഇല്ല, ഉറക്ക നാട്ടുകാർക്ക് മുഴുവനും എല്ലാവരെയും അഴയ്ത്ത്, എൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നാട്ടു ജനങ്ങളെ, ഈ ഭൗതിക കഷ്ടപ്പാടിലിരുന്ന് ജയിക്കണമെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലൂ എന്ന് പറഞ്ഞ് அந்த ரகசிய மந்திரத்தை உலகத்துக்கு பூரா சொல்லி கொடுத்துட்டார். குருவிന് ദേഷ്യം വന്നു, കോപം വന്നിരിച്ചു ഗുരുவுக்கு. ഉൻകിட்ட രഹസ്യംന്ന് താനെ ഞാൻ சொன்னேன். രഹസ്യം എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ചെയ്തത്? നീ നരകത്തിൽ പോകും. ഗുരുവിൻ്റെ വാക്ക് തെറ്റിച്ചില്ലേ? குருவுடைய வார்த்தையை மீறினால நீ நரகத்துக்கு போவே அப்படின்னு குரு சாபம் கொடுத்தார். ராமானுஜர் சொன்னார், நான் நரகத்துக்கு போகிறதுக்கு கவலை இல்லை, ஆனால் இவ்வளவாயிரம் மக்கள் காப்பாற்றப்படுகிறார்களே, ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല. എന്താണ്?
ഇത്രയും ആയിരം ജനങ്ങൾ രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗുരു തിരിച്ചു പറഞ്ഞു, നീ ഇന്ന് എൻ്റെ ഗുരുവായി എന്ന് പറഞ്ഞ് എമ്പെരുമാൻ എന്നൊരു പട്ടവും കൊടുത്തു. அப்போ குருநாதர் என்ன செஞ்சார் ராமானுஜர்கிட்ட, நீ இன்னைக்கு என்னுடைய குருவா மாறிட்ட அப்படின்னு சொல்லி எம்பெருமான் அப்படின்னு ஒரு பட்டத்தை கொடுத்தார். அப்போது ഭക്തന്മാരുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹമില്ലാതെ നമുക്ക് എവിടെ വരാൻ സാധിക്കില്ല? വൃന്ദാവനത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ പ്രഭുപാദർക്ക് എന്നേക്കും കടപ്പെട്ടവരാണ്. நம்மெல்லாம் யாருக்கு கடன் பட்டிருக்கிறோம்? പ്രഭുപാദർക്ക് കടം പറ്റിരിக்கிறோம். 1970കളുടെ മുമ്പേ വൃന്ദാവനം ലോകത്തിന് അറിയില്ലായിരുന്നു. 1970க்கு முன்னாடியெல்லாம் വൃന്ദാവനம்னா ഉലകത്തിൽ யாருக்குமே தெரியாது. നമ്മളെല്ലാവരും ഭാഗവതം വായിക്കും, വൃന്ദാവനം വൃന്ദാവനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ വൃന്ദാവനത്തിൽ വരുന്നവർ വളരെ ചുരുക്കമായിരുന്നു. எல்லாருக்கும் വൃന്ദാവനം என்று தெரியும், கேள்விப்பட்டிருக்காங்க, பாகவதத்தில் படிச்சிருக்காங்க, ஆனால் வந்தது கிடையாது. അന്ന് വൃന്ദാവനത്തിന് കാർത്തിക മാസത്തിൽ ഒരു 100-200 പേര് വരും. கார்த்திகை மாதத்தில் வൃന്ദാவனத்தில் அந்த காலத்தில் 100-200 பேர் வருவாங்க. ஆனால் இன்றைக்கு ஒரு நாளைக்கு ലക്ഷക്കണക്കിൽ ദിവസവും ആൾക്കാർ ഭഗവാനെ കാണാൻ വരുന്നത്. ഇതൊക്കെ ആരുടെ മഹിമയാണ്? പ്രഭുപാദ സ്വാമികൾ. അദ്ദേഹം ഗ്രന്ഥത്തിൽ കൂടെയും പ്രഭാഷണങ്ങളിലെ കൂടെയും ലോകം മുഴുവനും വൃന്ദാവനത്തിനെ കുറിച്ച് പറഞ്ഞു. புத்தகத்தின் வாயிலாகவும் உபதேசங்கள் வாயிலாகவும் അദ്ദേഹം உலகத்துக்கு பூரா വൃന്ദാവനத்தை சொல்லிக் கொடுத்தார். ஸ்ரீல பிரபுபாத் கி